ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവർ മരിച്ചു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 30-നും 40-നും ഒക്കെ വയസ്സ് പ്രായമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. അതിന് കാരണം എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നത്. വിശദമായിട്ടുള്ള കാരണങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, പോയി കാണും കേട്ടോ. അതിന് കാരണം പ്രധാനമായിട്ടും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കൊക്കെ വന്നാണ് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ മരിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു 30, 40, 45 ആ വയസ്സുള്ളവർ. അത് ലോകത്തിന്റെ പല ഭാഗത്ത് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ. എത്ര പേര് ഇത് അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. UK-യിലും ഓസ്ട്രേലിയയിലും ഇല്ലെങ്കിൽ അയർലൻഡ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒട്ടേറെ സുഹൃത്തുക്കൾ. അതിന് കാരണം ഇതാണ്. പലരും ഇവിടുത്തെ വർക്ക് ലൈഫും ഇല്ലെങ്കിൽ സ്ട്രെസ്സും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാതെ ജോലികളൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പം പലർക്കും പ്രഷർ കയറുന്നു, ഇല്ലെങ്കിൽ പലവിധ ഡിപ്രഷന്, മൂഡ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷറൊക്കെ കയറുമ്പം ഇല്ലെങ്കിൽ പ്രഷറൊക്കെ കയറി മരുന്ന് കഴിക്കേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ഹെൽത്ത് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഡോക്ടർമാർ മരുന്നൊക്കെ കൊടുക്കും. പക്ഷെ ഒട്ടുമിക്ക ചെറുപ്പക്കാർ ഇല്ലെങ്കിൽ ഈ യൗവനക്കാരുടെയും ധാരണ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണമല്ലോ. അതാണ് മിക്കവരും അത് ഡോക്ടറെ കുറിച്ച് തന്നിട്ടുണ്ടെങ്കിലും ചിലവർക്കത് ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന് ഓർത്തിട്ട് അവരത് മാറ്റി വെക്കും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് സ്ട്രെസ് പിടിച്ചുള്ള ഓട്ടവും ഉറക്കമില്ലായ്മയും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം പലർക്കും ഈ പ്രഷറൊക്കെ കയറി ഇതുപോലുള്ള കാര്യങ്ങൾ ഉറക്കത്തിനിടയ്ക്കും ഇല്ലെങ്കിൽ ജോലിക്കിടയിലും എല്ലാം സ്ട്രോക്ക് വന്ന് ഇങ്ങനെ നമ്മളിൽ നിന്ന് വേർവിട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് കൂടുതലും ഈ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ഡോക്ടർമാരോട്, ഫാമിലി ഡോക്ടർമാരോട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഡോക്ടറെ പ്രഷറിൻ്റെ മരുന്നൊക്കെ തന്നു കഴിഞ്ഞാൽ പലരും ഇതിങ്ങനെ ചെയ്യുന്നല്ലോ, അപ്പോൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒരിക്കലും നല്ലതല്ല. കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഞാൻ പറഞ്ഞോടി തന്നെ ഈ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 30 വയസ്സ് തൊട്ട് ഇവിടെ പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം കൂടാതെ തന്നെ ഇപ്പം മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കേണ്ട ഒരാളാണെങ്കിൽ ഞാൻ വെളിയിലൊക്കെ മഞ്ഞ് മരുന്നുകൾ കണ്ടിട്ടുണ്ട്. മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് ചിലപ്പം വെളിയിലത്തെ വെതർ ഇല്ല -30 ആണെങ്കിൽ ചിലപ്പം ബോഡിയായിട്ട് ഇത് ചെയ്യാതെ വരാം. അപ്പം ഞാൻ ഇത് കൂടുതൽ കണ്ടമാനം പ്രഷർ ഇത് കയറുകയോ ഇല്ലെങ്കിൽ വേറെ രീതിക്ക് ലോ ആകുകയോ പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ മഞ്ഞത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടെ കടന്ന് ഞാൻ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രഷറുള്ള മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുകൂടി തന്നെ വേർവിട്ട് പോയി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പോയി കാണണം കേട്ടോ. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം. എന്നാൽ പിന്നെ ബൈ. അവർ കാനഡ.